പുതിയ വീട് വയ്ക്കുന്നതിനും വാഹനം വാങ്ങുന്നതിനുമൊക്കെ വായ്പകൾ എടുക്കാത്തവർ ഇന്ന് ചുരുക്കമാണ്. സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള മികച്ച മാർഗമാണ് വായ്പകൾ. എന്നാൽ പേഴ്സണൽ ലോണുകളുടെ ഒരു പ്രധാന പ്രശ്നം അതല്പം ചെലവേറിയതാണെന്നതാണ്. കാരണം സുരക്ഷിതത്വം കുറഞ്ഞാൽ വായ്പയായതിനാൽ കൂടുതൽ റിസ്ക്കുള്ള വിഭാഗത്തിലാണ് ഇവയെ ബാങ്കുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനാൽ മറ്റു വായ്പകളെ അപേക്ഷിച്ച് വ്യക്തിഗത വായ്പകളുടെ പലിശ നിരക്ക് കൂടുതലായിരിക്കും. എന്നാൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കുറഞ്ഞ പലിശയ്ക്ക് പേഴ്സണൽ ലോൺ എടുക്കാവുന്നതാണ്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. ക്രെഡിറ്റ് സ്കോർ. വായ്പകൾ അനുവദിക്കുന്നതിനു മുൻപായി ബാങ്കുകൾ സാധാരണഗതിയിൽ വായ്പ എടുക്കുന്നയാളുടെ ക്രെഡിറ്റ് സ്കോർ വിലയിരുത്താറുണ്ട്. മികച്ച ക്രെഡിറ്റ് സ്കോർ ഉള്ളയാൾക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭിക്കും. വീഴ്ചകൾ വരുത്താതെ കൃത്യസമയത്ത് വായ്പ തിരിച്ചടയ്ക്കാനുള്ള കഴിവിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. വായ്പാ ചിലവ്. വായ്പ എടുക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾക്കും ഫീസ് നൽകേണ്ടതുണ്ട്. ഇവ കൂടി ചേരുമ്പോൾ വായ്പ എന്നത് അല്പം ചിലവേറിയതാകും. പ്രീപേയ്മെന്റ് നിരക്കുകളും വായ്പാ തിരിച്ചടവ് മുടങ്ങുമ്പോൾ പിഴയായി ഈടാക്കുന്ന തുകയുമെല്ലാം ഇതിൽ ഉൾപ്പെടും. ബാങ്കുകളുടെ താരതമ്യം. വ്യത്യസ്തമായ പലിശ നിരക്കുകളാണ് വിവിധ ബാങ്കുകൾ വ്യക്തിഗത വായ്പകൾക്ക് ഈടാക്കുന്നത്. അതിനുമപ്പുറം പ്രോസസ്സിംഗ് ഫീസുകൾ, വായ്പാ തുക എന്നിവയെല്ലാം ഓരോ ബാങ്കുകളിലും വ്യത്യസ്തമായിരിക്കും. അതിനാൽ ബാങ്കുകളെ താരതമ്യം ചെയ്ത് തീരുമാനമെടുക്കുന്നതിലൂടെ വലിയൊരു തുക ലാഭിക്കാൻ സാധിക്കും. തിരിച്ചടവ്. വായ്പകൾ എടുക്കുന്നതിന് മുൻപായി വായ്പ എടുക്കുന്നയാൾ ഉറപ്പായും തനിക്ക് വായ്പ കൃത്യമായി തിരിച്ചടയ്ക്കാനുള്ള കഴിവ് ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. ഓരോ മാസവുമുള്ള വരുമാനത്തിന് അനുസൃതമായ തുക വായ്പാ തുകയായി തിരിച്ചടയ്ക്കേണ്ടി വരും. വീഴ്ചകൾ കൂടാതെ വായ്പ തിരിച്ചടയ്ക്കേണ്ടത് വളരെ പ്രധാനവുമാണ്.